ഗൈസ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഒരു ബ്രേക്കിംഗ് ന്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ എത്തിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്, പെട്ടെന്ന് മിഡ് വീക്കിലൊരു വീഡിയോ ആയിട്ട്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നാണ് കുറേ ദിവസമായി അതിങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്ന സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഫാബ്രീസിയോയുടെ ഒരു റിപ്പോർട്ട് കൂടി വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച എന്തായാലും പിന്നെ അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്ത് കളയാം. ഹിയർ വി ഗോ ഒന്നും വന്നിട്ടില്ല, ജസ്റ്റ് ഫാബ്രീസിയോടെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് എന്നുള്ള രീതിയിൽ വന്നതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മാത്യൂസ് കുന വോൾസിൻ്റെ അറ്റാക്കറാണ്. എല്ലാവർക്കും അറിയാം കുനയുടെ കളി എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പ്രീമിയർ ലീഗ് കാണുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലെയർ തന്നെയാണ് മാത്യൂസ് കുന. ഹീസ് ഹെഡിങ് ടു ഓൾഡ് ട്രാഫോർഡ്. അതായത് പേഴ്സണൽ ടേംസ് അഗ്രി ആയിട്ടില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും എത്തിയിട്ടില്ല. ബട്ട് അതായത് മാത്യൂസ് കൂന റെഡിയാണ് അമോറിമിൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ, അമോറിമിൻ്റെ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യാൻ കൂന റെഡിയാണ്. കാരണം നമ്മുടെ വോൾസിൻ്റെ കളി നമ്മൾ തോറ്റിരുന്നല്ലോ. അപ്പോൾ ആ കളി കഴിഞ്ഞപ്പോൾ തന്നെ കുറേ ലിങ്ക്സും കാര്യങ്ങളും കുറേ ഫോട്ടോസും അതും ഇതും ഒക്കെ വരുന്നുണ്ടായിരുന്നു. ഫസ്റ്റത്തെ കളി കഴിഞ്ഞപ്പോൾ ഹാഫ് ടൈമിൽ ഇങ്ങനെ സംസാരിച്ചു, ഇത് കഴിഞ്ഞപ്പോൾ ടണലിലൂടെ പോകുമ്പോൾ അമോറിം ഇങ്ങനെ സംസാരിച്ചു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ന്യൂസുകൾ വരുന്നുണ്ടായിരുന്നു. പിന്നെ മാത്യൂസ് കൂനയുടെ തന്നെ കുറേ റിപ്പോർട്ടേഴ്സും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പുള്ളി അവിടെ ഇവിടെയും തൊടാത്ത രീതിയിൽ, അതായത് എനിക്ക് താല്പര്യമുണ്ട് എന്നുള്ള രീതിയിലുള്ള റിപ്ലൈ പോലും അങ്ങനത്തെ കാര്യങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഫാബ്രീസിയോയുടെ റിപ്പോർട്ടും കൂടി വന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആർ ഹെഡിങ് ടു ക്ലോസ് ദ ഡീൽ. അതായത് എത്രയും പെട്ടെന്ന് ഡീല് ക്ലോസ് ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ് യുണൈറ്റഡ് നോക്കുന്നത്. കാരണം അങ്ങനെ ഒരു പ്ലെയർ നമുക്ക് പറ്റിയ ഒരു പ്ലെയറാണ്, നമുക്ക് വേണ്ട ഒരു പ്ലെയർ. കാരണം ബ്രൂണോനെ നമുക്ക് എല്ലാ കാലവും ബ്രൂണോനെ മാത്രം താങ്ങിയിട്ട് നമുക്ക് നടക്കാൻ പറ്റില്ലല്ലോ. ബ്രൂണോയുടെ സസ്പെൻഷൻ, ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ യുണൈറ്റഡ് എന്ന് പറഞ്ഞൊരു ടീം ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബ്രൂണോൻ്റെ കൂടെ കളിക്കാൻ ബ്രൂണോന് പറ്റിയ ഒരു പാർട്ട്ണർ, അത് പെർഫെക്റ്റ്ലി പറഞ്ഞത്. കാരണം പ്രീമിയർ ലീഗിൽ കളിച്ച് പരിചയമുള്ളൊരു പ്ലെയറും കൂടി ആവുന്നത് നമുക്ക് ഏറ്റവും നല്ല ഗുഡ് ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ പല ടീംസും ലിങ്ക്സ് ഉണ്ട്. കാരണം ലിവർപൂളും അതായത് യൂറോപ്യൻ ജയൻസ് എല്ലാവരും ഈ മാത്യൂസ് കൂനയുടെ പിന്നാലെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മളാണ് ഒരു പടി മുന്നിൽ. അത് എത്രത്തോളം സത്യമാണ്, അത് ഡീല് ക്ലോസ് ആവുമോ കൊളാപ്സ് ആവുമോ ആരെങ്കിലും വന്ന് റാഞ്ചി കൊണ്ടുപോവോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇത് നടന്ന് കിട്ടിയാൽ അത് നല്ലൊരു കിട്ടലായിരിക്കും. അറൗണ്ട് എനിക്ക് തോന്നുന്നു 60 to 65, 62.5 ആ ഒരു റേഞ്ചൊക്കെ റിലീസ് ക്ലോസ് ഉണ്ടെന്ന് കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും സമ്മറിൽ കിട്ടും. സമ്മറിൽ നമ്മുടെ കുറച്ച് പ്ലെയേഴ്സിനെ നമ്മൾ കൊടുക്കാൻ വെക്കുന്നുണ്ടല്ലോ. എന്തായാലും റാഷ്ഫോർഡ് ഉണ്ട്, ആൻ്റണി ഉണ്ട്, സാൻജോ ഉണ്ട്, ടൈലർ മലാഷ്യ, ഇതൊക്കെ ലിങ്കായിട്ട് ഒരു 100 മില്യൺ എങ്കിലും കിട്ടണം എന്നാണ് ഇന്ന് ഞാനൊരു പോസ്റ്റ് കണ്ടത്. അത് പ്ലസ് പിന്നെ ഒരു 100-200 മില്യൺ എങ്ങാനാണ് പോലും അമോറിമിന് കൊടുക്കുന്ന ആകെയുള്ളൊരു ബഡ്ജറ്റ്. അത് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് യൂറോപ്പ ലീഗ് അടിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരു 85 എങ്ങാനും കിട്ടും. എന്താ പറയുക, പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുക എന്നൊക്കെ പറയൂലേ, ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ ക്ലബ്ബ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും വോൾസുമായിട്ടും പിന്നെ നമ്മുടെ പ്ലെയർ മാത്യൂസ് കൂനയായിട്ടും എത്രയും വേഗം ഒന്നൊരു പേഴ്സണൽ ടേംസ് അഗ്രി ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ സെറ്റായി. ഇല്ലെങ്കിൽ അറിയാലോ, പൈസ ഉള്ള ടീം ഇഷ്ടം പോലെ ഉണ്ട്. ഈ ചെൽസിനെയൊക്കെ കാണുന്നില്ലേ, റാഞ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈജാക്കിൻ്റെ ഉസ്താദ്മാരാണ് ഈ ചെൽസിയൊക്കെ. കാരണം ആ സ്പോർട്ടിങ്ങിൻ്റെ ആ ക്യൂൻഡ എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ടായിരുന്നു, റൈറ്റ് വിങ്ങിൽ കളിക്കുന്ന സ്പോർട്ടിങ്ങിൻ്റെ. കുറേ നമ്മളായിട്ട് ലിങ്കായി അമോറിമിൽ കളിക്കും, ഇതാണ് തേങ്ങയാണ് വാങ്ങിയാൻ. അവസാന ടൈമിൽ അവന്മാർ കൊണ്ടുപോയി. പക്ഷേ അതെന്തോ പുള്ളിക്കാരന് നമ്മുടെ പ്രൊജക്റ്റ് ആ ഒരു സിസ്റ്റത്തിൽ കളിക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ട്സും വന്നിരുന്നു. അങ്ങനെയാണെങ്കിൽ ഓക്കെ, അങ്ങനെ കളിക്കാൻ ഇഷ്ടമില്ലാണ്ട് അങ്ങനെ നമ്മൾ പ്ലെയേഴ്സിനുമായിട്ട് കാര്യം ഇത്രയും കാലം അതാണ് നടന്നുകൊണ്ടിരുന്നത് യുണൈറ്റഡിൽ. തോന്നുന്ന പ്ലെയേഴ്സിനെ വാങ്ങും, അവിടുന്ന് വാങ്ങും, ഇവിടുന്ന് വാങ്ങും. ലാസ്റ്റ് ഇപ്പോൾ എന്തായി അട്ടപടലായിട്ടിരിക്കുകയാണ്. ആ ടെൻഹാഗ് വാങ്ങി വെച്ച ഒരു പ്ലെയേഴ്സിന് ഇപ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു യൂസാക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇനിയും അതില്ലാതെ നല്ല ആവശ്യമുള്ള, അതായത് ഈ ഒരു സിസ്റ്റം അമോറിമിൻ്റെ ഈ ഒരു പുതിയ സിസ്റ്റമാണ്, ആ സിസ്റ്റത്തിൽ കളിക്കാൻ പറ്റുന്ന പ്ലെയേഴ്സ് വന്നാൽ മതി. അതുകൊണ്ട് മാത്രമേ നമുക്കൊരു ഉപകാരം ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് പറ എന്ന് പറഞ്ഞിട്ട് സൈനിങ്സ് നടത്തിയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ എന്തായാലും അങ്ങനത്തെ ഒരു പ്ലെയർ ആണ് നമുക്കിപ്പോൾ വന്നിട്ടുള്ളത്, മാത്യൂസ് കൂന. അത് എത്രയും പെട്ടെന്നൊന്ന് ഡീല് ക്ലോസ് ആയാൽ മതി. എനിക്ക് ഇപ്പോൾ അതേ പേടിയുള്ളൂ. ഇപ്പം പറയും അതാണ് മറ്റേതാണ് മറിച്ചതാണ്, അഗ്രിയായി, ഫ്രണ്ട് റണ്ണറാണ്, മറ്റേതാണ് ലാസ്റ്റ് ആരെങ്കിലും വന്ന് എന്താ പറയുക, നമ്മുടെ പരുന്ത് റാഞ്ചി കൊണ്ടുപോകുന്ന പോലെ അവിടെ കൊണ്ടുപോയി കളയും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്നൊന്ന് ഡീല് ക്ലോസ് ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു.
പിന്നെ രണ്ടാമത്തെ ഒരു ന്യൂസ് കേട്ടുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ വിക്ടർ ഒസിമനെ കുറിച്ച് ഞാൻ വിൻ്ററിൽ തന്നെ ഒരു വീഡിയോ ഇട്ടിരുന്നത്, ദേ വന്നു, ഇപ്പം വന്നു, നാളെ വന്നു എന്നുള്ള രീതിയിൽ. പക്ഷെ വന്നൊന്നും ചെയ്തില്ല. ഇപ്പം എന്താണ് റിപ്പോർട്ട്സ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്രിക്കൻ ജേർണലിസ്റ്റ് ഒരു 2-3 പേര് നമ്മുടെ ഫാബ്രീസിയോനെ പോലെ ആഫ്രിക്കയിലുള്ള, അതായത് ഗലാറ്റസ്ട്രിയിലെ ആ ഒരു ഏരിയയിലുള്ള തുർക്കിയിലുള്ളതും, പിന്നെ ഇവനെ അറിയാലോ ആഫ്രിക്കൻ കൺട്രി കളിക്കാരനാണ് നമ്മുടെ വിക്ടർ ഒസിമൻ. അപ്പോൾ ആഫ്രിക്കൻ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഒരു 2-3 പേര് 100% ആയിട്ട് ഒസിമൻ യുണൈറ്റഡുമായിട്ട് പേഴ്സണൽ ടേംസ് അഗ്രി ചെയ്തു എന്നാണ് കണ്ടത്. പക്ഷേ ഞാൻ വീണ്ടും പറയാണ്, അത് നമ്മുടെ ഫാബ്രീസിയോ ഡേവിഡ് ഒറിസ്റ്റനോ ആരും ചെയ്തിട്ടില്ല, ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ നല്ലപോലെ ആ ഒരു റൂമർ കേൾക്കുന്നുണ്ട്. അതായത് ഗലാറ്റസ്ട്രി ആയിട്ടും വിക്ടർ ഒസിമനുമായിട്ടും 100% ടേംസ് അഗ്രി ആയിട്ടുണ്ട്. ഇനി നെപ്പോളി ആയിട്ട് മാത്രമേ ടേംസ് അഗ്രി ചെയ്യാനുള്ളൂ. എനിക്കൊന്ന് നെപ്പോളി ആയിട്ട് ഇനി അതൊരു ക്യാഷിൻ്റെതാണോ ഇല്ലെങ്കിൽ പ്ലെയർ സ്വാപ്പ് ആണോ അതിൻ്റെ ഒരു ഡീലായിരിക്കാനാണ് എനിക്ക് സാധ്യത. 50 to 60 ഒക്കെയാണ് ഒസിമൻ്റെ പ്രൈസ് ഞാനിപ്പം കണ്ടത്. ആഫ്രിക്കൻ ജേർണലിസ്റ്റൊക്കെ റിപ്പോർട്ട് ചെയ്തത് 50 to 60 ആ ഒരു റേഞ്ചിലുള്ള ഒരു പ്രൈസിനാണ് ഇപ്പോൾ അഗ്രി ആയിട്ടുള്ളത് ഒസിമനുമായിട്ട് എന്നാണ് കാണുന്നത്. അതല്ലാതെ ഇനിയിപ്പോൾ നെപ്പോളി ആയിട്ട് എങ്ങനെയാണ് പരിപാടി എന്നറിയില്ല. പ്ലെയർ സ്വാപ്പാണോ? കാരണം നെപ്പോളിക്ക് ആൻ്റോണിയോ കോൻറ്റേക്ക് നമ്മുടെ ഗർനാച്ചോയിൽ നല്ലൊരു കണ്ണുണ്ട്. വിൻ്ററിൽ തന്നെ നമ്മളത് കണ്ടതാണ്. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ഹോയ്ലുണ്ടിനെ നോക്കുന്നുണ്ട്. ആയിക്കോട്ടെ, ഹോയ്ലുണ്ടിനെ കൊണ്ടുപോയിട്ട് നമുക്ക് ഒസിമനെ തന്നോട്ടെ. അങ്ങനെയാണെങ്കിൽ അതും നല്ലൊരു ഓപ്ഷനാണ്. ബട്ട് ഗർനാച്ചോ ആയിട്ട് സ്വാപ്പ് ചെയ്യാൻ എനിക്ക് വലിയൊരു താല്പര്യമില്ല. കാരണം ഗർനാച്ചോ സ്റ്റിൽ യങ് ആണ്. കൊടുക്കുന്നതിന് കൊടുക്കാം, ബട്ട് സ്വാപ്പ് അല്ലാതെ ഒരു കുറച്ചുകൂടി പൈസ കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു. ഓൾറെഡി നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ തീരെ പൈസ ഇല്ലാതെ അങ്ങനെ ഒറ്റയടിക്ക് തള്ളി കൊടുക്കുന്നതിൽ എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. പക്ഷേ എന്നാലും ഈ 2 പ്ലെയേഴ്സിനെ നമുക്ക് കിട്ടിയേ മതിയാവും. ഒന്ന് പ്രൂവൺ സ്ട്രൈക്കർ, ഒന്ന് പ്രൂവൺ പ്ലെയർ. 2 പേരും സെറ്റായിരിക്കും വന്നതിനാൽ. കാരണം ഒസിമനെ എല്ലാവർക്കും അറിയാം. വിക്ടർ ഒസിമൻ പുള്ളിക്ക് കുറച്ച് ഈഗോ ഇഷ്യൂസും എന്താ പ്ലെയറിൻ്റെ ഒരു സ്വഭാവം കാര്യങ്ങളുണ്ട്. അതെല്ലാവരും പറയും. ഞാൻ പല വീഡിയോ ചെയ്തതിൽ എല്ലാവരും വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടാകും അവൻ്റെ മെൻറ്റാലിറ്റി ശരിയില്ല. ഇപ്പം മെൻറ്റാലിറ്റിയും കാര്യങ്ങളൊന്നും നോക്കിയിട്ടല്ലല്ലോ, ഇവിടെ കുളം തോണ്ടിയിട്ടല്ലോ ഉള്ളത്. ഒരു പ്രൂവൺ സ്ട്രൈക്കർ, ഒരു പ്രോപ്പർ സ്ട്രൈക്കർ ഇല്ലാണ്ട് നെക്സ്റ്റ് സീസൺ ഇനി മുന്നോട്ട് കൊണ്ടുപോകലൊന്നും നടക്കുന്ന കാര്യമല്ല. ഒരു ഗതിക്കും നടക്കില്ല. ഈ ഹോയ്ലുണ്ടിനെ ഒന്നും വെച്ചിട്ടൊന്നും ഒരു മണ്ണാങ്കട്ടിയും ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു പ്രൂവൺ സ്ട്രൈക്കർ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു അറ്റാക്കിംഗ് ഡെപ്ത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ സെറ്റാണ്. കൂന, പിന്നെ നമ്മുടെ ബ്രൂണോ, ഒസിമൻ വരും, അമാദ് വരും, എർണാച്ചോ വരും. അങ്ങനെ ഒരു സ്ക്വാഡ് ഡെപ്ത് തന്നെയാണ് നമുക്കുണ്ട്. ഇപ്പം നമ്മുടെ ഡിഫൻസ് ലൈനപ്പ് എല്ലാവരും നോക്കി നോക്കിയാൽ നല്ല ലൈനപ്പാണ്. ബാക്കപ്പിനും ആളായി, നല്ല ഡിഫൻസ് നല്ലപോലെ സ്ട്രെങ്ത് ആക്കിയിട്ടുണ്ട്. ഇനി ഒരു ഡിഫൻസിലേക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഇനി ഒരു റിക്രൂട്ട്മെൻറ്റ് ഡിഫൻസിലേക്ക് വേണ്ട. സത്യമാണ്. കാരണം അത്രത്തോളം പ്ലേയേഴ്സ് നമുക്കിപ്പോൾ ആയിട്ടുണ്ട്. ഈ കഴിഞ്ഞ കളിക്ക് കൂടി ആ ഒരു അക്കാദമി പ്ലെയറിൻ്റെ വിക്ടറിൻ്റെ ഒരു കളി കണ്ടില്ലേ? എന്താ കളി, അടിപൊളി. ഫെർണാണ്ടസോ ഫെഡറിക്കോ അങ്ങനെ എന്തോ ഒരു പേരായിരുന്നു, നല്ല പ്ലെയർ ആയിരുന്നു. അവനൊക്കെ കുറച്ചും കൂടി ടൈം കൊടുത്ത് പ്രീ സീസണിലൊക്കെ ടൈം കൊടുത്താൽ അടുത്ത് നമുക്ക് ഒരു ബാക്കപ്പിനുള്ളതായി. പിന്നെ ഹെവൻ ഉണ്ട്, യോറോ ഉണ്ട്, ഡോർഗു ഉണ്ട്, ഷോ പോവോ എന്താണെന്നറിയില്ല. ഷോ പോകുന്നുണ്ടെങ്കിൽ പോയിക്കോട്ടെ, അതാണ് നല്ലത്. മാഗ്വയർ, ലിൻഡലോഫ് എന്തായാലും പോകും. അപ്പോൾ ലിൻഡലോഫിൻ്റെ ഗ്യാപ്പിൽ ആരെങ്കിലും കൊണ്ടുവരുമോ എന്താണെന്നറിയില്ല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഡിഫൻസ് ഓൾമോസ്റ്റ് സ്ട്രോങ് ആണ്. ലിച്ച തിരിച്ചു വരും, ഡിലൈറ്റ് തിരിച്ചു വരാനുണ്ട്, കുറേ പ്ലെയർ ഉണ്ട്. പക്ഷേ അതുപോലെ നമുക്ക് ഈ അറ്റാക്കിങ്ങിലും മിഡിലൊന്നും ആളേ ഇല്ല. കസമേറോ, ഉഗാർട്ടെ മാത്രമാണ് CDM ആയിട്ട് നമുക്കുള്ളത്. സെൻട്രൽ ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് 2 പേരേ ഉള്ളൂ. അതിൽ കസമേറോ ഇപ്പോൾ നല്ലപോലെ കളിക്കുന്നുണ്ട്. ബട്ട് കസമേറോയുടെ ഇതും കഴിയാനേ ഇനി ആകെ 1 വർഷമേ ഉള്ളൂ. നെക്സ്റ്റ് ഇയറിൽ നമ്മളെടുത്ത് ഉണ്ടാവുമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓഫർ കിട്ടിയാൽ പോവോ ഒന്നും അറിയില്ല. അതുപോലെ അറ്റാക്കിംഗ് ഓപ്ഷനിൽ നോക്കിയാൽ ഒരാളും ഇല്ല. ബ്രൂണോ പോയാൽ തീർന്നു. ബ്രൂണോൻ്റെ പൊസിഷൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറും ഇല്ല. പിന്നെ ഞാൻ നോക്കി വെച്ച ഒരു പ്ലെയർ അറ്റ്ലാന്റൻ്റെ എഡേഴ്സണാണ്. അതും നല്ലൊരു പ്ലെയറാണ്. കിട്ടിയാൽ സെറ്റാണ്. പക്ഷെ കിട്ടാത്ത മുന്തിരി പുളിക്കെന്ന് പറയുന്നത് പോലെ കിട്ടുമോ ഒന്നും അറിയില്ല. ഇപ്പോൾ ഈ ഒരു 2 പ്ലെയേഴ്സിൻ്റെ നെയിമുകളാണ് നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഫാബ്രിയുടെ റിപ്പോർട്ട് കൂടി വന്നതോടുകൂടി കൂനയാണ് ഫസ്റ്റിലുള്ളത്. അതെങ്ങനെയെങ്കിലും ആ ഡീൽ ഒന്ന് ഹിയർ വി ഗോ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ സൺഡേ ആണ് അടുത്ത മാച്ച്. പ്രീമിയർ ലീഗാണ്. എന്താവോ എന്തോ അതേ മാച്ച് ബോൺമൗത്തിൻ്റെ കൂടെയൊക്കെ. പ്രീമിയർ ലീഗൊക്കെ മടുത്ത് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആ യൂറോപ്പ ലീഗ് കയ്യും കാലും പിടിച്ചിട്ടാണെങ്കിൽ അതൊന്ന് അടിച്ചേ നമുക്ക് മതിയാവുള്ളൂ.
എന്നാലേ നമുക്ക് ചാമ്പ്യൻസ് ലീഗിലൊക്കെ കയറാൻ പറ്റുള്ളൂ. നല്ല നല്ല ട്രാൻസ്ഫറും പ്ലെയേഴ്സൊക്കെ വരണമെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് യോഗ്യത നോക്കിയിട്ട് വരില്ല. ഇപ്പോൾ ഗ്യോക്കോറസിൻ്റെ ന്യൂസൊന്നും കേൾക്കാനേ ഇല്ല. ഗ്യോക്കോറസിനൊക്കെ ചാമ്പ്യൻസ് ലീഗ് വേണ്ട പ്ലെയറാന്ന് പറഞ്ഞിട്ട് അവൻ മാറി നിൽക്കുകയാണ്. വേണ്ട, അങ്ങനെയുള്ള പ്ലെയേഴ്സ് വേണ്ട. ഒസീമൻ ഓർ വിക്ടർ, എൻ്റെ ഒരു 2 പേഴ്സണൽ ഒപ്പീനിയനിൽ 2 സ്ട്രൈക്കേഴ്സ് ഞാൻ നോട്ടായിട്ട് വെച്ചത് വിക്ടർ ഗ്യോക്കോറസും വിക്ടർ ഒസീമനും. ഇതിൽ 2 പേരെ കിട്ടിക്കഴിഞ്ഞാലും 2-ലേതെങ്കിലും ഒരാൾ കിട്ടിക്കഴിഞ്ഞാൽ ഹാപ്പി, എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളെല്ലാവരും പറയുക. എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.